ഗിരീഷ് കുമാർ കൂടി ചേരുകയാണ്. ഗിരീഷ് ഏട്ടാ, എന്താണ് നിലവിലൊരു സാഹചര്യം? ഇതിൽ വ്യക്തമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇത് വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വെടിമരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. എന്താണ് ഉണ്ടായതെന്നും നമുക്ക് ഒരു വ്യക്തതയില്ല. കാര്യങ്ങൾ ഇനി പഠിച്ച് ഒഫീഷ്യൽസ് എന്താണോ അതിനെക്കുറിച്ച് പഠിച്ച് മാത്രമാണ് നമുക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നല്ലാണ്ട് അതിൽ കവിഞ്ഞ് യാതൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ പലരും പറയുന്ന കാര്യം പൂരം നടത്തി പിന്നെ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നത്. അതിൽ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ, യോഗമുണ്ടോ? എന്താണ് നിങ്ങൾ തിരുവമ്പാടിയുടെ നിലപാട്? സർക്കാരുമായി കളക്ടറും സർക്കാരും എല്ലാവരുമായിട്ട് ആലോചിച്ചതിന് ശേഷമാണ്. എന്നുവെച്ചാൽ ഇത്രയധികം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ആഘോഷ കമ്മിറ്റിയിലെ കുട്ടികൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആലോചിച്ച് പോലീസും സർക്കാരും ഒക്കെ ആലോചിച്ച് മന്ത്രിമാരൊക്കെ ആലോചിച്ചതിന് ശേഷമാണ് അടുത്തൊരു നടപടി ഉണ്ടാവുള്ളൂ. ഈ ചടങ്ങ് മാത്രമായി നടത്താനുള്ള ഒരു സാധ്യതയാണോ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്? ഒന്നുമില്ല, ഇതിനൊരു വികാരമുണ്ട്, ജനവികാരമുണ്ട്. നമ്മൾ തിരുവമ്പാടി മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം, എന്താണ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ പൂരത്തിന് മുന്നേ നമ്മൾ ധാരാളം മീറ്റിങ്ങുകളും എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണതിൻ്റെ എല്ലാത്തിൻ്റെയൊക്കെ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കമ്മിറ്റി ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഇരു ദേവസ്വങ്ങളുണ്ട്, ഘടകപൂരങ്ങളുണ്ട്. അവരൊക്കെ എത്രത്തോളം എന്താണ് ഇതിനെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല. എല്ലാവരും കൂടി ആലോചിച്ച് തിരുവമ്പാടി ദേവസ്വം കൂടി ആലോചിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു തീരുമാനമായിരിക്കും. അയ്യേ, അങ്ങനെ ഒന്നുമില്ല, ഒന്നുമില്ല. അല്ല, അന്വേഷിക്കണം, എന്താണ് ഉണ്ടായതെന്ന് അന്വേഷിക്കണ്ടേ? അതൊരു നാടിൻ്റെ അല്ലെങ്കിൽ മരിച്ചുപോയ കുടുംബക്കാരോടെങ്കിലും പറയേണ്ടതല്ലേ എന്താണ് ഉണ്ടായേ, എന്താണ് ആ സംഭവിച്ചത് എന്നുള്ളത് അറിയണ്ടേ. അന്വേഷണങ്ങളൊക്കെ എല്ലാം നടക്കണം, അതതിൻ്റെ ഭാഗമായിട്ട് നടക്കണം. ദേവസ്വത്തിൽ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിവ്. അതിലൊരു ഗിരീഷ് എന്ന് പറഞ്ഞ ഒരാൾ മരണപ്പെട്ടതായിട്ട് ഇപ്പോൾ സ്ഥിരീകരിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു ബിനീഷ് ഉണ്ട്, അത് ദേവസ്വത്തിൻ്റെ കുട്ടികളാണ്. ദേവസ്വത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ആഘോഷ കമ്മിറ്റിയുമായിട്ട് അവർ പ്രവർത്തിക്കുന്ന കുട്ടികളാണ്. ഇനി 2 കുട്ടികളുടെയും കൂടി അറിഞ്ഞിട്ടില്ല, അവരെയും കൂടി പേര് വിവരങ്ങൾ വന്നിട്ടില്ല. തീർച്ചയായിട്ടും 10-20 കൊല്ലമായിട്ട് തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടി വെടിക്കെട്ട് നടത്തുന്ന ലൈസൻസിയാണ്. ഒരു ഇതുമില്ല. പിന്നെ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെഡുകളാണ്, ഓല ഷെഡുകളാണ്, വളരെ ബിൽഡിങ്ങുകളൊന്നുമില്ല, നടുപാടത്താണ്. മറ്റുള്ള ഒരു പ്രശ്നങ്ങളൊന്നും അവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്താണ് ഉണ്ടായത് എന്നുള്ളത് ഞങ്ങൾ കളക്ടറേറ്റിൽ മീറ്റിംഗ് കഴിഞ്ഞ് ഞാനൊരു 1.5 പ്രസിഡന്റ്, ഇരു ദേവസ്വങ്ങളത്തെ പ്രസിഡന്റും സെക്രട്ടറിമാരും ഈ വെടിക്കെട്ടിനെ കുറിച്ചും എല്ലാ ചർച്ച ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് വന്ന് ഊണ് കഴിച്ച് ഇരിക്കുമ്പോഴേക്കുമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞത്. ഉടനെ ഞങ്ങൾ അങ്ങോട്ട് എത്തി, മെഡിക്കൽ കോളേജിൽ അവിടേക്ക് എത്തി. പക്ഷെ നമ്മളിൽ നിസ്സഹായരാണ്, എന്താണ് ഏതാണെന്നുള്ളത് നമുക്ക് അറിയണില്ല. സർക്കാർ എന്ത് തീരുമാനം എടുത്താലും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണോ? തീർച്ചയായിട്ടും. അതായത് സർക്കാരും ഇവിടുത്തെ നമ്മുടെ ഭരണകൂടത്തിൽ ഏതൊക്കെ ആൾക്കാരുണ്ട് അവരെല്ലാം കൂടിയുള്ള തീരുമാനം, ദേവസ്വങ്ങളും അതുപോലെ മറ്റ് ഘടകപൂരങ്ങളുടെ ആൾക്കാരായി എല്ലാവരും കൂടിയായിട്ടുള്ള തീരുമാനപ്രകാരമായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ പൂരത്തിന്റെ ഒരുക്കങ്ങൾ ഇതിനൊന്നും നമുക്കൊരു സമയം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇന്നലെ 3:30 കൂടിയിട്ട് ഇതറിഞ്ഞ് ഓടി അവിടെ ചെന്നിട്ട് ഇന്നും രാത്രിയും എല്ലാം ഇതിൻ്റെ കൂടെയായിരുന്നു. ഇപ്പോൾ ഞാൻ വീട്ടിലേക്കൊന്ന് വന്നപ്പോഴാണ് ഞാൻ ഇതിനെ ഫേസ് ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല, എന്താ വെച്ചാൽ ആ സാഹചര്യമല്ല. പക്ഷെ ഫേസ് ചെയ്യാണ്ടിരുന്നാലും അത് എന്താണ് ഉണ്ടാവുക എന്നുള്ള ഒരു ഒറ്റ കുറ്റബോധം മനസ്സിലുള്ള കാരണമാണ് ഫേസ് ചെയ്യണം. താങ്കളെ സംബന്ധിച്ചോളം വളരെ വൈകാരിക നിമിഷം. കാരണം നമ്മൾ കൊടിയേറ്റിൽ പോലും കണ്ടതാണ്. ഇത്തവണത്തെ പൂരം ഇത്രയും ഗംഭീരമാക്കാൻ പ്രാർത്ഥനാ നിർഭരനായി നിൽക്കുകയായിരുന്നു താങ്കൾ. പക്ഷേ അതായത് നമ്മളെ കൊടിയേറ്റ സമയത്തും അതേപോലെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ആഘോഷപൂർവ്വം നിന്നിരുന്ന ഒരു സമയമാണ്. ഇത്തവണ എല്ലാം കുറ്റമറ്റതാക്കുമെന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് നിന്ന് പറഞ്ഞപ്പോൾ നമുക്കതിനെല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ആ മേക്കിംഗ് യൂണിറ്റിൽ തന്നെ ഇങ്ങനെ ഉണ്ടായപ്പോൾ പിന്നെ നമുക്കതിലൊന്നും പറയാനില്ല. ഇന്നലെ അവിടെ ചിലപ്പോൾ തൊഴിലാളികൾ പറഞ്ഞത് ഈ ശബ്ദത്തിനല്ല ഇത്തവണ വർണ്ണത്തിനാണ് നമ്മൾ പ്രാധാന്യം പറഞ്ഞൊരു മാറ്റം അടക്കം നമ്മൾ അതിനകത്ത് കൊണ്ടുവരാൻ അതെ എല്ലാതും നിയമാനുസൃതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ
അതിൻ്റെ വലിപ്പത്തിലും അതിൻ്റെ ഗാംഭീര്യത്തിലല്ല നമ്മൾ ഈ എന്താ പറയുക അമിട്ടിലും ഇതിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിച്ചിരുന്നത്, ഈ സ്പെഷ്യലൈസ് അമിട്ട് ഉണ്ടാക്കണവരൊക്കെ. പക്ഷേ ഈ കുട്ടികൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ആഘോഷ കമ്മിറ്റിയിൽ, അവർക്ക് അതിൽ അപകടം പറ്റിയിട്ടുണ്ട്. അതാണ് നമുക്കൊരു പേടിയുള്ള ഒരു മനസ്സിലൊരു വിഷമമുള്ളത്. എന്താണ് ഇങ്ങനെ ഒരു അവരും കൂടി പോയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയുന്നില്ല.